ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങ് ക്ഷീണമാണ്. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പനി, ജലദോഷം, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഉന്മേഷക്കുറവ്, കാരണം മൊത്തത്തിലൊരു തണുപ്പായതുകൊണ്ട് മൊത്തത്തിലൊരു ഉന്മേഷക്കുറവ് എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സിറ്റുവേഷൻ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? നല്ല എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണ തേച്ച് നന്നായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങുക. മാത്രമല്ല കർക്കിടക മാസമാണെങ്കിൽ കർക്കിടക കഞ്ഞി കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു നോർത്ത് കേരള ഏരിയയിലൊക്കെ ആണെങ്കിൽ, കണ്ണൂരൊക്കെ ആണെങ്കിൽ ഈ നമ്മളൊരു മരുന്ന് എന്ന് പറയും, സാധാരണ പ്രസവ സുരക്ഷാ മരുന്നാണ്, പക്ഷെ അത് ഒരു നോർമലായിട്ട് കുറച്ച് വളരെ ഹെർബുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അതല്ലാതെ ഈ ചവനപ്രാശം പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം അത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. രോഗം വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് ഭാഗമായിട്ട് പറ്റും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം എന്താ? നമ്മുടെ കയ്യിൽ കവചപ്രാശമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻഷാമ്പനുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാം, കാരണം അത് നല്ല റിസൾട്ടാണ്. നമ്മുടെ കവചപ്രാശം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 32 ഇൻഗ്രീഡിയൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ആണെങ്കിൽ ഒരു സ്പൂൺ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡെയിലി ഉണ്ടാകുന്ന ഒരു ഉന്മേഷക്കുറവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആ ഒരു ചാമ്പ്യൻ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ശരീരം മസാജ് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മഴക്കാലത്തുണ്ടാകുന്ന ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. മാത്രമല്ല നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.